ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൻകാല PSC ചോദിച്ചിട്ടുള്ള ഒരു മാത്സിലെ 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യം അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കാം. ആദ്യം ഇതൊരു എക്സ് എന്നുള്ള ആക്സിസ് ആണ്. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു നേർരേഖ വരച്ചു. ഇങ്ങനെ ഒരു y ആക്സിസ് വരയ്ക്കണം. അപ്പൊ ഇതെന്തായിരുന്നു? ഇത് വന്നിട്ട് എക്സ് ആക്സിസ്, ഇതെന്താണ്? y ആക്സിസ്. അപ്പൊ ഇവിടുന്ന് ഒരു പോയിന്റ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ആംഗിൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം എന്നതാണ് നിയമം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു മെഷർ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു എക്സ് എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീണ്ടും അതേ പോയിന്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ മൊത്തം എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും? 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഞാനൊരു എക്സ് ആക്സിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പോകണം. അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? 90 ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണ്? നമ്മൾ 1/4 മൂവ്മെന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ ഹാഫിലേക്ക് എക്സിന്റെ നെഗറ്റീവ് ആക്സിസിലേക്ക് പോയാൽ എത്ര ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേത് ക്ലോക്കിന്റെ മാതൃക നോക്കാം. ക്ലോക്ക് പറയുന്ന ഒരു സർക്കിൾ മാതിരിയാണ് ക്ലോക്ക്. ആദ്യം 12 വരച്ചു, 1 വരച്ചു, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇങ്ങനെ ഒരു ക്ലോക്കാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ മനസ്സിലാക്കി 12 × 6 ഇവിടെയുള്ള ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 9 3ന്റെയും അടിയിൽ, 12നും 3നും അടിയിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ബാക്കിയുള്ളത് 12നും 9നും ഇടയിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. 3നും 6നും ഇടയിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. 6നും 9നും ഇടയിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ് ഉള്ളത്. ഇനി സെക്കൻഡ് സൂചി എടുക്കാം. സെക്കൻഡ് സൂചി 60 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യണം. 60 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇവിടെ നിന്ന് 12 ഈ ഭാഗത്തുനിന്ന് 12 സെക്കൻഡ് സൂചി സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്തു? തിരിച്ച് വീണ്ടും 12ലേക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ എന്തായി? അത് എത്ര സഞ്ചരിച്ചു? 360 ഡിഗ്രി സഞ്ചരിച്ചു. അപ്പൊ 60 സെക്കൻഡ് സഞ്ചരിക്കുന്ന സമയത്ത് 60 സെക്കൻഡ് സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെക്കൻഡ് സൂചി 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 60 സെക്കൻഡ് സഞ്ചരിക്കുന്ന സമയത്ത് എന്താ? സെക്കൻഡ് സൂചി 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതേ സമയത്ത് ഈ 60 സെക്കൻഡ് സമയത്ത് മിനിറ്റ് സൂചി എത്ര കറങ്ങിയിട്ടുണ്ടാവുള്ളൂ? മിനിറ്റ് സൂചി വന്നിട്ട് 1 മിനിറ്റ് കറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതായത് എന്ത് സംഭവിക്കും? 60 സെക്കൻഡ് സൂചി സഞ്ചരിച്ചു, 60 സെക്കൻഡ് സൂചി ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ മിനിറ്റ് സൂചി എന്താ സഞ്ചരിക്കുക? മിനിറ്റ് സൂചി 1 മിനിറ്റ് ആണ് സഞ്ചരിക്കുക. ഇവിടെയുള്ള പോയിന്റ് ആണ് സഞ്ചരിക്കുക. നമുക്കറിയാം 60 മിനിറ്റ് സൂചി 60 മിനിറ്റ് സഞ്ചരിച്ചാൽ 360 ഡിഗ്രി കംപ്ലീറ്റ് ആവും. ഇപ്പൊ എന്താ സഞ്ചരിച്ചിരിക്കുന്നത്? 1 മിനിറ്റ് സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പൊ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും? 360 ഡിഗ്രി മൈനസ് 60, അതായത് 6 ഡിഗ്രിയെ കറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ 1 മിനിറ്റ് ഇവിടെ എഴുതാം. 1 മിനിറ്റ് ആവുന്ന സമയത്ത് മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് പോവുക. 1 മിനിറ്റിൽ എന്ത് സംഭവിക്കുക? 60 സെക്കൻഡ് ആവുന്ന സമയത്ത് മിനിറ്റ് സൂചി എന്ത് ചെയ്യും? 6 ഡിഗ്രിയാണ് മൂവ്മെന്റ് ചെയ്യുക. ഇനി 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ ആവണം. 1 മണിക്കൂറാണ്. അപ്പൊ 60 മിനിറ്റ് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? മിനിറ്റ് സൂചി 360 ഡിഗ്രി സഞ്ചരിച്ചു. അപ്പൊ മണിക്കൂർ സൂചി എന്താ സംഭവിക്കുക? മണിക്കൂർ സൂചി വന്നിട്ട് 12 1ലേക്ക് പോകും. 12 1ലേക്ക് പോകും. അപ്പൊ 12 1ലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മണിക്കൂർ സൂചി 12 മണിക്കൂർ സഞ്ചരിച്ചാൽ സംഭവിക്കുക 360 ഡിഗ്രി സഞ്ചരിക്കുക. 12 മണിക്കൂർ സഞ്ചരിച്ചാൽ സംഭവിക്കും 360 ഡിഗ്രി. അപ്പൊ 1 മണിക്കൂർ സഞ്ചരിച്ചെന്താവും? 360/12, അതായത് എത്ര വരും? 30 ഡിഗ്രി ആയിരിക്കും സഞ്ചരിക്കുക. അപ്പൊ 1 മണിക്കൂർ പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയിലായിട്ടാണ് മാറുക. അപ്പൊ മിനിറ്റ് സൂചി 60 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ആവുന്ന സമയത്ത് മണിക്കൂർ സൂചി എന്ത് ചെയ്യും? 30 ഡിഗ്രി സഞ്ചരിക്കും. ഞാൻ ഇവിടെ എല്ലാം എഴുതാം.
60 സെക്കൻഡ് സഞ്ചരിക്കുന്ന സമയത്ത് മിനിറ്റ് സൂചി 1 മിനിറ്റ് സൂചി എന്ത് സംഭവിക്കും? 6 ഡിഗ്രി ആയിരിക്കും മൂവ്മെന്റ് ചെയ്യുക. 60 മിനിറ്റ് ആവുന്ന സമയത്ത് മണിക്കൂർ സൂചി എന്ത് സംഭവിക്കും? 30 ഡിഗ്രി ആയിരിക്കും മൂവ്മെന്റ് ചെയ്യുക. ഇനി സമയം എത്രയായി? സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം നോക്കാം. സമയം 3:15. ഇത് ചെറിയ സൂചി, ഇത് വലിയ സൂചി, ഇത് ചെറിയ സൂചി. ഇങ്ങനെയായിരിക്കും നിൽക്കുക 3:15 ആകുന്ന സമയത്ത്. ഇതെങ്ങനെ എന്തുകൊണ്ട് നിന്നത് ഇങ്ങനെ? കാരണം ഈ മിനിറ്റ് സൂചി എന്ത് സംഭവിച്ചു? മിനിറ്റ് സൂചി 15 മിനിറ്റ് സഞ്ചരിച്ചു. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? മണിക്കൂർ സൂചി കറസ്പോണ്ടൻസ് ആയിട്ട് കുറച്ച് മൂവ്മെന്റ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം 1 മണിക്കൂർ സഞ്ചരിക്കുന്ന സമയത്ത് മിനിറ്റ് സൂചി എത്ര സഞ്ചരിക്കുക? 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. അതായത് 60 മിനിറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് 30 ഡിഗ്രി സഞ്ചരിക്കുന്നു. 1 മിനിറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് എത്ര സംഭവിക്കുക? 30/6 ഉണ്ടാവുക. ഇനി 15 മിനിറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് ഇൻറ്റു 15 ഡിഗ്രി, അപ്പൊ എത്ര വരും? 15/2 7.5 ഡിഗ്രി വരും. അപ്പൊ ഇവ തമ്മിലുള്ള കോണളവ് ആക്ച്വലി ഇപ്പൊ രണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെക്കുക, അപ്പൊ എത്രയായിരുന്നു? 0 ആണ്. പക്ഷെ അങ്ങനെയാണ് നിൽക്കുക? അല്ല. മിനിറ്റ് സൂചി മൂവ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് മണിക്കൂർ സൂചി സ്ലൈറ്റ് ആയിട്ട് മൂവ്മെന്റ് ചെയ്യും. അപ്പൊ 1 മണിക്കൂർ സഞ്ചരിക്കുന്ന സമയത്ത്, അതായത് 60 മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന സമയത്ത് മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. അതായത് 1 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്, 1 മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? 30/60 അല്ലെങ്കിൽ 1/2 ഡിഗ്രി സഞ്ചരിക്കും. 15 മിനിറ്റ് നടക്കുന്ന സമയത്ത് 3:15 ആണല്ലോ. അപ്പൊ 15 മിനിറ്റ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 15/2 7.5 ഡിഗ്രി മണിക്കൂർ സൂചി മൂവ്മെന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷൻ 7.5 ഡിഗ്രി എന്ത് ചെയ്തു? അത് മൂവ്മെന്റ് ചെയ്തു. അതുകൊണ്ട് ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 7.5 ഡിഗ്രിയാണ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. 563:7 196 എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 563:7 അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ മെത്തേഡും നോക്കും. നമ്മളതൊന്ന് കൂട്ടി നോക്കാം. 5 + 6 + 3 5 6 11 3 14. ഈ 7 എന്ന് പറയുന്നത് എന്താണ്? 14ന്റെ പകുതിയാണ്. അപ്പൊ 14/2 = 7 എന്ന് എഴുതി. അപ്പൊ 196 വരുമ്പോ എങ്ങനെ വരും? 1 + 9 + 6 9 6 15 1 16/2 = 8 എന്നുള്ള ആൻസർ വരും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഡി ആണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 7 ഇതാണല്ലോ. അപ്പൊ 7ന്റെ സ്ക്വയർ കാണാം, 7ന്റെ ക്യൂബ് കാണാം എന്നൊക്കെ വിചാരിക്കും. 7ന്റെ ക്യൂബ് നോക്കിയാൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തില്ല. 49 × 7 വരും. അപ്പൊ 63. സിസ്റ്റം 6 7 4 28 6 34 343 വരുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രൈക്ക് ആയാൽ മാത്രമേ നമുക്ക് എന്താ ഓർമ്മ വരുള്ളൂ? 14/2 = 7 എന്നുള്ള പെട്ടെന്ന് സ്ട്രൈക്ക് ആയാൽ മാത്രമേ ഈ ആൻസർ പെട്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള എല്ലാ മെത്തഡും ഇത് നമ്മൾ നോക്കാൻ വഴിയുണ്ട്. ബാക്കിയുള്ള എല്ലാ ബന്ധവും നമ്മൾ നോക്കാറുണ്ട്. സ്ക്വയറും ക്യൂബും എല്ലാം നോക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് ഈസി ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 14 + 6 ഹരിക്കണം 2 × 4 - 3 = അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ബോർഡ് മാസ് റൂൾ എങ്ങനെയാ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അത് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 14 + 6 ഹരിക്കണം 2 × 4 - 3. അപ്പൊ ഇതിലെന്താ പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ അത് വരുന്നത് 6 ഹരിക്കണം 2. ഈ 6 ഹരിക്കണം 2 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 3 വരും. പിന്നെ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. 3 × 4 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 12 വരും. പിന്നെ എന്താണ് വരുന്നത്? അഡീഷൻ ആണ് വരുന്നത്. 12 + 14 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 26 വരും. 26 - 3 = 23 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയനെ കണ്ടെത്തുക. ഓപ്ഷനൊക്കെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? 399 625 529 324. അപ്പൊ നമുക്കിത് കണ്ടാൽ തന്നെ തോന്നും പെട്ടെന്ന് ഓപ്ഷൻ ബി കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 25ന്റെ സ്ക്വയർ പറയുന്നത് 625 ആണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. അപ്പൊ 25ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 5ന്റെ അവിടെ നമ്മൾ എഴുതി 5ന്റെ സ്ക്വയർ 25 എഴുതി. പിന്നെ അടുത്ത ഭാഗത്തുള്ള 2ന്റെ അടുത്ത നമ്പർ 3 2 × 3 6 625. അതിന്റെ സ്ക്വയർ റൂട്ട് 25 ആണ് എന്ന് നമുക്കറിയാം.
ഇനി 529. അപ്പൊ 529ന്റെ ഇതെത്രയാണ്? 23. 23ന്റെ സ്ക്വയർ എടുത്ത് നോക്കി നമുക്ക് നോക്കാം. 3 9, 3 + 3 6, 6 12, സിസ്റ്റം 1 2 4 1 5, 529 ആണ്. അപ്പൊ 23ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 529 എന്ന് നമുക്കറിയാം. ഇനി 324. 324ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 18 ആണ്. അങ്ങനെ കണ്ടുപിടിക്കുക. പോയിന്റിന്റെ സ്ക്വയർ നോക്കുമ്പോൾ 8 64, സിസ്റ്റം 6, 8 16, 6 22, സിസ്റ്റം 2, 1 1 1 2 3, 324 എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ അല്ലാത്ത സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. അപ്പൊ 399 ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം 20ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് 400 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒന്ന് കമ്മിയാക്കിയിട്ടാണ് 399. അപ്പൊ അതൊരിക്കലും ഒരു സ്ക്വയർ ആയിട്ട് വരുന്നതില്ല. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡൽഹിയുടെ കോഡ് EFMIJ എന്നാണെങ്കിൽ കൊല്ലത്തിന്റെ കോഡ് എന്ത്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഡൽഹി അതെഴുതി EFMIJ എന്നെഴുതി. അപ്പൊ ഇത് നമുക്കുള്ള ഇത് നോക്കുന്ന സമയത്ത് ഡിയുടെ അടുത്തതാണ് ഇയുടെ അടുത്തത് F, എല്ലിന്റെ അടുത്തത് M, എച്ചിന്റെ അടുത്തത് ഐയുടെ അടുത്തത് J. ഇനി അപ്പൊ കൊല്ലം എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും വരിക? കെയുടെ അടുത്തത് L, ഓയുടെ അടുത്ത് P, എല്ലിന്റെ M, അടുത്ത എല്ലിന്റെ M, എയുടെ B, എമ്മിന്റെ N. അപ്പൊ LPMMBN ഓപ്ഷൻ ബി എന്നുള്ള എന്താണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ റിലേഷൻ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രമായിരിക്കണം ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സാധാരണ ഇങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എഴുതണം ABCDEF. എന്ത് ചെയ്യും? ഇതിന് പകുതി പിരിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള റിലേഷൻ വരാം. ഇങ്ങനെയുള്ള റിലേഷൻ വരാം. അല്ലെങ്കിലോ ഈ 3നെ പിരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവര് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള റിലേഷൻസും ഇടാറുണ്ട്. നമ്മൾ പലവിധ കോമ്പിനേഷൻസ് വരും. അപ്പൊ ആ ഒരു സമയത്ത് അതിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് അതിന്റെ പേ ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.